അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാ, റമദാനിലെ ഫിഖിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? നമ്മൾ റമദാനെ എങ്ങനെയാണ് വരവേൽക്കേണ്ടതെന്നും സ്വഹാബാക്കൾ ഷഅബാൻ മാസത്തിൽ തന്നെ അതിന് പ്രിപ്പയർ ചെയ്യാമായിരുന്നു. ചില സഹാബാക്കൾ 6 മാസത്തിന് മുമ്പ് തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. അതായത് ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടിയിട്ട് നോമ്പ് നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാനും ഹെൽത്തി ആയിട്ട് കാര്യങ്ങൾ നടക്കാനും വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം ഉള്ള 5 മാസമൊക്കെ അവർക്ക് ദുആ ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ് ആവശ്യമുള്ള നോമ്പിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് നമ്മൾ ഷോപ്പിംഗ് ആയാലും നമ്മൾ ഭക്ഷണം ആയാലും എല്ലാം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, പ്ലാൻ ആക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ, ഇനി നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന അടുത്ത ക്ലാസ്സാണ് എപ്പോൾ, ആരാണ്, എങ്ങനെ നോമ്പെടുക്കാം, ഉപവസിക്കാം. ഓക്കെ, സോ ഇതിൽ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും അറിയേണ്ട കുറച്ച് വിഷയങ്ങളാണ്. എപ്പോഴാണ് നോമ്പ് അനുഷ്ഠിക്കാൻ ആരംഭിക്കേണ്ടത്? സോ വെൻ ആർ വി ഗോയിങ് ടു സ്റ്റാർട്ട് ടു ഫാസ്റ്റ്? എന്താണ് റമദാനിലെ ആദ്യ ദിനം ഇനി പറയുന്നവയിൽ ഒന്ന് സ്ഥിരീകരിക്കാം. സോ ഷഅബാൻ 29-ന്, അതായത് റമദാനിൻ്റെ മുമ്പുള്ള ഒരു മാസത്തിനാണ് ഷഅബാൻ. രാത്രി ചന്ദ്രനെ കാണുന്നതിലൂടെ പുതിയ ചന്ദ്രക്കല ദർശിക്കുമ്പോൾ അടുത്ത ദിവസം പ്രഭാതം മുതൽ സൂര്യാസ്തമയം വരെ നോമ്പ് ഒരു ബാധ്യതയായി മാറുന്നു. അതായത് നമുക്ക് നിർബന്ധമായിട്ട് മാറും. അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ റമദാനിലെ ചന്ദ്രനെ കാണുമ്പോൾ നോമ്പ് അനുഷ്ഠിക്കുക, നിങ്ങൾ അത് കാണുമ്പോൾ നോമ്പ് മുറിക്കുക. അതായത് റമദാനിന് ശേഷം വരുന്ന ശവ്വാലിനുള്ള ചന്ദ്രൻ. അങ്ങനെയാണ് ഹദീസുള്ളത്. പിന്നെ എങ്ങനെയാണ് സ്ഥിരീകരിക്കുന്നത്? ഷഅബാനിലെ 30 ദിവസം പൂർത്തിയാക്കുന്നതിലൂടെ ചിലപ്പോൾ നമുക്ക് ആ ചന്ദ്രൻ കാണാൻ പറ്റില്ല. സോ നമ്മൾ 30 ഡേയ്സ് ഫാസ്റ്റ് ചെയ്യും. 30 ഡേയ്സ് ഷഅബാൻ പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം റമദാൻ്റെ ആദ്യ ദിവസമായിരിക്കും. അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളത് റമദാൻ്റെ ചന്ദ്രക്കല കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഷഅബാൻ മാസം 30 ദിവസമായി പൂർത്തിയാക്കുക. ഇതൊക്കെ അൽ ബുഖാരി മുസ്ലിമുള്ള ഹദീസ് ആണ്. ഇനി എന്തൊക്കെയാണ് പില്ലേഴ്സ്? ഓക്കെ, നമ്മളിപ്പോൾ ഇസ്ലാം കാര്യം 5 തൂണുകളാണെന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ സിയാമിന് പില്ലേഴ്സ് ഉണ്ട്. സിയാം എന്ന് പറഞ്ഞത് ഫാസ്റ്റിങ്ങിൻ്റെ അറബിക് ടേമാണ്, നോമ്പിൻ്റെ അറബിക് ടേമാണ് സിയാം. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അഥവാ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഇതേ പ്ലേലിസ്റ്റിൽ തന്നെ പോയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സസ് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പില്ലർ എന്താണ്? നിയ്യ എന്നത് ഉദ്ദേശമാണ്. മനസ്സിലായി? നിയ്യത്ത് എന്ന് പറയുന്നത് ഉദ്ദേശമാണ്. അത് വാക്കുകൾ കൊണ്ട് ഒച്ചത്തിൽ പറയേണ്ടതല്ല, ഹൃദയത്തിലുള്ളതാണ്. എന്ത് കാര്യം നിങ്ങളെ നിയ്യത്ത് മനസ്സിലായിരിക്കണം. മുമ്പത്തെ രാത്രിയിൽ ഉപവസിക്കാൻ ഹൃദയത്തിൽ ഉദ്ദേശം ഉണ്ടാക്കുക. അതായത് ഹൃദയത്തിൽ നിങ്ങൾ നിയ്യത്ത് വെക്കണം എന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുലർച്ചയ്ക്ക് മുമ്പ്, അതായത് തലേന്നത്തെ രാത്രിയിൽ നോമ്പെടുക്കാൻ നിയ്യത്ത് ചെയ്യാത്തവർക്ക് നോമ്പില്ല. റമദാൻ മാസത്തിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ബിക്കോസ് ഇതൊരു നമ്മൾ ഇസ്ലാംകാരിൽ പെട്ടതാണ് റമദാനിലുള്ള നോമ്പ്. സോ നിങ്ങൾ തലേന്ന് തന്നെ അതിന് വേണ്ടിയിട്ട് നിയ്യത്ത് വെക്കണം. സിയാമിനെ അസാധുവാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ലെങ്കിൽ ഓപ്ഷണൽ ആയിട്ടുള്ള നോമ്പിന് നിയ്യത്ത് പകൽ സമയം പോലും എപ്പോൾ വേണമെങ്കിലും നടത്താം. ഇതുപോലെ ഒരു ഹദീസ് ഉണ്ടായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് പറയും. അപ്പോൾ ഭാര്യ പറയും, ആയിഷയാണോ എന്നൊരു ഡൗട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ, ശരിക്കും ഓർമ്മയില്ല. അതിൽ അദ്ദേഹം ചോദിക്കും, ഇങ്ങനത്തെ കഴിക്കാനുള്ളത്? അപ്പോൾ ഒന്നുമില്ലെന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് നോമ്പെടുക്കുന്നു. അത് പകൽ സമയമായിരുന്നു പോലും. അപ്പോൾ അത് ഓപ്ഷണൽ ഫാസ്റ്റിനാണ് പറഞ്ഞത്. ഓക്കെ, എക്സ്ട്രാ നമ്മൾ എടുക്കുന്ന നോമ്പില്ലേ, റമദാൻ കൂടാതെ ഉള്ള സുന്നത്ത് നോമ്പുകളുടെ വിഷയമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത് ഭക്ഷണം, ലൈംഗിക ബന്ധത്തിൽ നിന്ന്, മദ്യപാനം, ഇതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കൽ. ഓക്കെ, നോമ്പ് എടുക്കണമെങ്കിൽ യു ഹാവ് ടു ആബ്സ്റ്റെയിൻ ഫ്രം ഫുഡ്. പിന്നെ മദ്യപാനം, ലൈക്ക് അത് അലൗഡല്ല, പക്ഷേ അതൊക്കെ നമ്മളോട് പറയുന്നതാണ്. മദ്യപാനം, ലൈംഗിക ബന്ധത്തിൽ, സെക്ഷൽ ഇൻറ്റർകോഴ്സിൽ നിന്ന് വിട്ടു നിൽക്കണം. പ്രഭാതത്തിൽ ആരംഭിക്കുന്ന ഉപവാസം സൂര്യോദയത്തിന് ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് മുമ്പ് എന്നാണ് സ്കോളേഴ്സിൻ്റെ കണക്ക്. സൂര്യാസ്തമയം വരെ നീണ്ടു നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു തആല അർത്ഥത്തിൻ്റെ വ്യാഖ്യാനം പറയുന്നു, കറുത്ത നൂലിൽ നിന്ന്, അതായത് രാത്രിയുടെ ഇരുട്ടിൽ നിന്ന് വ്യത്യസ്തമായി പ്രഭാതത്തിൻ്റെ വെളുത്ത നൂൽ, അതായത് അത് വെളിച്ചമായിരിക്കും, നിങ്ങൾക്ക് ദൃശ്യമാകുന്നവരെ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. എന്നിട്ട് അതുവരെ നിങ്ങളുടെ അതായത് സിയാം, ഫാസ്റ്റിംഗ് പൂർത്തിയാക്കുക. ഓക്കെ, സോ ആരാണ് നോമ്പെടുക്കേണ്ടത്?
ആരൊക്കെയാണ് ഫാസ്റ്റ് ചെയ്യേണ്ടത്? ഫാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ടേമാണ് കേട്ടോ. സന്മനസ്സുള്ള, അതായത് മെച്യോർ ഇൻസെയിൻ എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. ഓക്കെ, നമ്മൾക്കൊരു ബുദ്ധി ഉണ്ടാവില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം തിരിച്ചറിയാനുള്ള കഴിവ്. ആരോഗ്യമുള്ള പ്രായപൂർത്തിയായ എല്ലാ മുസ്ലിങ്ങൾക്കും ആണിനും പെണ്ണിനും നോമ്പ് നിർബന്ധമാണ്. ഭ്രാന്തന്മാർ, ശാരീരിക അസ്വസ്ഥത ഉള്ളവർ. ഭ്രാന്തന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് മെൻ്റൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആളുകളെയാണ്. ഓക്കെ, കാരണം അവർക്കറിയില്ല എന്താ നടക്കുന്നത് ഈ ലോകത്ത്. അവർ മൈൻഡ് എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഭ്രാന്തന്മാർ അതുകൊണ്ടാണ് ആ വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ശാരീരിക അസ്വസ്ഥതമുള്ളവർ, അതായത് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ, പ്രായപൂർത്തിയാകാത്തവർ, യാത്രക്കാർ, ആർത്തവമുള്ളവർ, പ്രസവാനന്തര രക്തസ്രാവമുള്ള സ്ത്രീകൾ, അതായത് നിഫാസ് ഉള്ള സ്ത്രീകൾ, മുലയൂട്ടുന്ന സ്ത്രീകൾ, അതായത് ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള സ്ത്രീകൾ, ഗർഭിണികൾ എന്നിവരെല്ലാം വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല. അതായത് മനസ്സിലായല്ലോ ഈ കാറ്റഗറി ആരൊക്കെയാണ് നമുക്ക് നിർബന്ധമില്ലാത്തത് ഫാസ്റ്റിങ്ങിൽ? ഭ്രാന്തന്മാർ, ശാരീരിക അസ്വസ്ഥത ഉള്ളവർ, പ്രായപൂർത്തിയാകാത്തവർ, യാത്രക്കാർ, ആർത്തവമുള്ള സ്ത്രീകൾ, പ്രസവാനന്തര രക്തസ്രാവമുള്ള സ്ത്രീകൾ, മുലയൂട്ടുന്ന സ്ത്രീകൾ, ഗർഭിണികൾ. ഇവരിൽ ചിലർക്ക് നോമ്പ് നിർബന്ധമല്ല. അതായത് ഈ പറഞ്ഞ കാറ്റഗറിയിൽ നോമ്പ് നിർബന്ധമേ ഇല്ലാത്ത ആളുകളുണ്ട്. പക്ഷേ നോമ്പ് വീണ്ടും എടുത്ത് തീർക്കേണ്ട ആൾക്കാരും ഈ കാറ്റഗറിയിൽ പെടും. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പറയും. ആരൊക്കെയാണ് ബാധ്യസ്ഥരല്ലാത്തവർ? ഉപവസിക്കാൻ, നോമ്പെടുക്കാൻ ബാധ്യസ്ഥരല്ലാത്തവർ ആരൊക്കെയാണ്? ഇനി പറയുന്ന കൂട്ടം ആളുകൾ ഉപവസിക്കേണ്ടതില്ല. അവർ നോമ്പിൻ്റെ നഷ്ടമായ ദിവസങ്ങൾ നികത്തുന്നില്ല, അതായത് വീട്ടേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അവരെ കുറിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. കാരണം ഒരുപാട് സഹോദരിമാർ ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കും, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നോമ്പെടുക്കാൻ പറ്റുമോ, വീട്ടണോ, മുദ്ദ് കൊടുക്കണോ, അങ്ങനെയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിഖ് ഓഫ് റമദാൻ്റെ ക്ലാസ് എടുക്കുന്നത്. അതുപോലെ വ്രതാനുഷ്ഠാനം നഷ്ടമായതിന് നഷ്ടപരിഹാരമോ പ്രായശ്ചിത്തമോ ആയി അവർ ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ആരൊക്കെയാണ് ഈ പറയുന്ന ആളുകൾ? ദോസ് ഹു ഡു നോട്ട് റിക്വയർ ടു ഫാസ്റ്റ്, ആ ഫാസ്റ്റ് എടുത്തിട്ടില്ലെങ്കിലും അതിന് വേണ്ടി ഫിദിയയോ കഫാറയോ അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന കൂട്ടക്കാർ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, മെൻ്റലി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സൺസ്, ഭ്രാന്തൻ. അതായത് മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ളവർക്ക് ഉപവാസം നിർബന്ധമല്ല. ആക്ച്വലി ഈ മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞത് നമുക്ക് അതിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. ബുദ്ധിക്ക് പ്രശ്നം വരുന്നത്, ഓക്കെ, നമ്മൾ നരമ്പിനും അങ്ങനെയൊക്കെ പ്രശ്നം വരില്ലേ. അപ്പോൾ അതൊന്നും നമുക്കത് നേരായ മാർഗ്ഗത്തിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഓക്കെ, അവരിപ്പോഴും കുട്ടികളെ പോലെ ആയിരിക്കും അവരുടെ മനസ്സ്. സോ അവർക്ക് നിർബന്ധമല്ല. ഓക്കെ, കാരണം അവർ എന്താണ് ചെയ്യുന്നത് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ അവർക്കുണ്ട്. സോ ദി ഡോണ്ട് നീഡ്, അത് നിർബന്ധമല്ല. അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 പേർക്ക് പേന, അതായത് അള്ളാഹുവിൻ്റെ കലം, പേന എന്ന് ഉദ്ദേശിക്കുന്നത് കർമ്മങ്ങളും പാപങ്ങളും രേഖപ്പെടുത്തുന്നു, അത് ഉയർത്തപ്പെടുന്നു. ആരതാണ്? ഭ്രാന്തൻ ബോധം വീണ്ടെടുക്കുന്നതുവരെ. അതായത് ചില ആൾക്കാർക്ക് ചില ടൈം ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് ചിലപ്പോൾ വരും, മനസ്സിലായോ? ലൈക്ക് സംടൈംസ് ദേ വിൽ ചേഞ്ച് ദെയർ പേഴ്സണാലിറ്റീസ്. ചില ആൾക്കാർക്ക് ഉണ്ട് അത്. അപ്പോൾ ആ സമയം അവരായിരിക്കില്ല, അത് വേറൊരു പേഴ്സണായിട്ടാണ് മാറുന്നത്. സോ അതായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ബോധം വീണ്ടെടുക്കുന്നത് വരെ. ഓക്കെ, ഉറങ്ങുന്നവർ ഉണരുന്നത് വരെ, ചെറുപ്പക്കാർ അതായത് പ്രായപൂർത്തിയാകാത്ത വരെ, അതായത് കുട്ടികളെ കുറിച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവരുടെ കർമ്മങ്ങൾ ശരിക്കും കലം, പേന രേഖപ്പെടുത്തുന്നത് ഉയർത്തുന്നു എന്നാണ്. ഇറ്റ് ഹാസ് ബീൻ ലിഫ്റ്റഡ് എന്നാണ് പറയുന്നത്, എഴുതിയിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? കുട്ടികളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പ്രായപൂർത്തിയായിട്ടില്ലാത്തവർ നോമ്പെടുക്കേണ്ട ആവശ്യമില്ലെന്ന് മുകളിൽ പറഞ്ഞ ഹദീസിൽ തെളിവാണ്. അതായത് നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ 8 വയസ്സ് 9 വയസ്സിലുള്ള കുട്ടികളായിരിക്കും, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, അവർക്ക് ഒരു നിർബന്ധവുമില്ല. പക്ഷെ നമ്മൾ ആസ് എ മദർ അല്ലെങ്കിൽ ആസ് എ ഫാദർ വി ഹാവ് ടു സ്റ്റാർട്ട് അഡ്വൈസിങ് ദം, അല്ലേ? നമ്മൾ എന്നിരുന്നാലും അവരുടെ രക്ഷകർത്താക്കൾ, അതായത് ഉമ്മയും വാപ്പയും അവരെ വ്രതമെടുക്കാൻ പ്രോത്സാഹിപ്പിക്കണമെന്ന് ശുപാർശ ചെയ്യുന്നു. അങ്ങനെ അവർ ചെറുപ്പത്തിൽ തന്നെ അത് ശീലമാക്കുന്നു. ശരിയല്ലേ? നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെറിയ കുട്ടികൾ നോമ്പെടുക്കുന്നത്, ഇപ്പോൾ 6 വയസ്സുള്ള കുട്ടികളൊക്കെ പറയും, ഉമ്മ എനിക്ക് നോമ്പെടുക്കണം, അല്ലേ? 7 വയസ്സ്. അപ്പോൾ നമ്മൾ വേണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇഫ് ദേ വോണ്ട് ടു ഫാസ്റ്റ്, അവർ അര ഡേ, ഹാഫ് എ ഡേ അവർ വ്രതം അനുഷ്ഠിക്കട്ടെ. ലെറ്റ് ദം ഫാസ്റ്റ് ഫോർ ഹാഫ് എ ഡേ. അവർക്കത് താങ്ങാൻ പറ്റുന്ന ഒരു 3-4 ദിവസം ഉച്ച വരെ അവരെ കൊണ്ട് നോമ്പെടുപ്പിക്കുക. ഞാൻ ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഫുൾ ഡേ നോമ്പെടുപ്പിക്കുക. ഇങ്ങനെയാണ് പണ്ടുള്ള ആളുകളൊക്കെ ചെയ്തു വരുന്നത്. അത് തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അവർ കഴിയുന്നിടത്തോളം നോമ്പെടുക്കുകയും പിന്നീട് അവർക്ക് ബുദ്ധിമുട്ടായാൽ നോമ്പ് മുറിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ മകൾ തന്നെ എക്സാമിൻ്റെ സമയത്ത് നോമ്പെടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാനത് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എന്താക്കി, ഓക്കെ നോമ്പെടുത്തോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എക്സാം ഭയങ്കര
ടയറിങ് ആണ് ഇവർക്ക്. നോമ്പെടുക്കുന്ന സമയത്ത് ഒരു 3 മണിക്കൂർ എക്സാം എന്നൊക്കെ പറയുമ്പോൾ ഡിഫിക്കൽട്ടാണ്. ഓക്കെ, 9 years ആണേ, 9 years കുട്ടിയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ വീട്ടിൽ നിന്ന് ഞാനൊരു ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. തീരെ കഴിയുന്നില്ലെങ്കിലും ഛർദ്ദിക്കാനോ അല്ലെങ്കിൽ തലകറക്കം പോലെ വരുന്നുണ്ടെങ്കിൽ ടീച്ചറിനോട് പറഞ്ഞിട്ട് നോമ്പ് മുറിച്ചോളൂ. നമുക്ക് ഈ കാര്യം വലിയ ആളുകളോട് പറയാം, പക്ഷേ വലിയ ആൾക്കാർക്ക് കുറച്ചും കൂടിയും പിടിച്ചു വെക്കാനുള്ള കഴിവുണ്ട് അല്ലേ. വലിയ മക്കൾക്കാണെങ്കിൽ, ഇപ്പോൾ ടീനേജ് പ്രായമുള്ള കുട്ടികൾക്കാണെങ്കിൽ സ്റ്റിൽ നമ്മളിപ്പോൾ വല്ലാതെ തലകറങ്ങുകയും ക്ഷീണം പിടിച്ച് ബോധം കെട്ട ഒരു അവസ്ഥയിലാവുന്നുണ്ടെങ്കിലും നമുക്ക് നോമ്പ് മുറിക്കാം കേട്ടോ. മുതിർന്നവർക്കായാലും അതും ഒരു കേസാണ്. കുട്ടികളുടെ കാര്യം ഇവിടെ പറയുന്നത്. സോ ഇവരൊക്കെ നോമ്പെടുത്താലും നോമ്പ് തിരിച്ച്, അതായത് മിസ്സായ നോമ്പുകൾ വീട്ടേണ്ടതില്ല എന്നാണ് ശരിക്കും ഇവിടെ ചുരുക്കി പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി നഷ്ടമായ ഈ നോമ്പുകൾ വീട്ടേണ്ടത് ആരൊക്കെയാണ്? ഹു ഓൾ ഹാവ് ടു ടേക്ക് ദ മിസ്ഡ് ഫാസ്റ്റ്സ്. ആരൊക്കെയാണ് റമദാനിലെ മിസ്സായ ഫാസ്റ്റ്? റമദാൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ ഇവിടെ പറയുന്നത്, മറ്റുള്ള നോമ്പുകളല്ല സുന്നത്തായിട്ടുള്ള. വ്രതാനുഷ്ഠാനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും പിന്നീട് വ്രതാനുഷ്ഠാനത്തിലൂടെ അത് പരിഹരിക്കാനും അനുവാദമുള്ള ചില വ്യക്തികളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ആദ്യം ഒരു കാറ്റഗറി പീപ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇത്ര ആൾക്കാർ നോമ്പ് എടുക്കൽ നിർബന്ധമല്ല എന്ന്. സോ ഹൂ ഓൾ ആർ ദീസ് പീപ്പിൾ? ആരൊക്കെയാണ് നോമ്പ് വിട്ടുപോയാലും അത് വീട്ടേണ്ട ആൾക്കാർ ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ, രോഗിയായ വ്യക്തി. അതായത് അസുഖമുള്ള എന്നാൽ മാരകമായ അസുഖമില്ലാത്ത ഒരു വ്യക്തിക്ക് ഉപവാസത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ അനുവാദമുണ്ട്. പനി അല്ലെങ്കിൽ ഛർദി, കുറച്ച് ദിവസത്തേക്ക് ഛർദി വന്നു, വയറ്റിൽ നിന്ന് പോക്ക് വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം വിട്ടുപോയ നോമ്പ് പിന്നെ വീട്ടിയാൽ മതി. കൂടാതെ നഷ്ടമായ ദിവസങ്ങൾ അവർ നികത്തേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അസുഖമോ യാത്രയിലോ ആണെങ്കിൽ മറ്റ് ദിവസങ്ങളിൽ നിന്നുള്ള അതേ നമ്പർ ഉണ്ടാക്കിയിരിക്കണം. യാത്രക്കാരനായാലും അങ്ങനെ തന്നെ കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മളത് പറയും. നെക്സ്റ്റ് ഇസ് എ ട്രാവലർ. ട്രാവലർ എന്ന് പറഞ്ഞാൽ സഞ്ചാരി. നമസ്കാരം കുറയ്ക്കേണ്ട ദൂരത്തോളം ഒരാൾ യാത്ര ചെയ്താൽ, അതായത് നമസ്കാരം നമ്മൾ ചുരുക്കൂലേ, ഒന്നിച്ച് നിസ്കരിക്കൂലേ, ജമ്മു കസറാക്കൂലേ, അങ്ങനെയുള്ള ഒരു ആളാണെങ്കിൽ യാത്ര ചെയ്യുന്നതിൽ നോമ്പിൽ നിന്ന് വിട്ടു നിൽക്കാൻ അദ്ദേഹത്തിന് അനുവാദമുണ്ട്. നോമ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഗൾഫിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ആവശ്യമില്ല നോമ്പെടുക്കണ്ടേ, അത് വീട്ടിൽ തീർത്താൽ മതി. എന്നാൽ നഷ്ടപ്പെട്ട ദിവസങ്ങൾ അവർ പൂർത്തിയാക്കണം. ഖുർആനിലെ മുൻ സൂക്തത്തിൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം ഇവിടെ സംസാരിക്കുന്നത് ഹദീസിനും സുന്നത്തുള്ള കാര്യമാണ് കേട്ടോ. ഒന്നും എൻ്റേതായിട്ടുള്ള അഭിപ്രായമോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന അഭിപ്രായങ്ങളൊന്നുമല്ല. ഓൾ ദീസ് ആർ പ്രൂഫ് ഫ്രം ദ ഖുർആൻ ആൻഡ് ദ സുന്ന. മൂന്നാമത്തത് ഗർഭിണികൾ, മുലയൂട്ടുന്ന സ്ത്രീകളും. ഓക്കെ, പ്രഗ്നൻസി ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്. അത്തരം സ്ത്രീകൾക്ക് അവരുടെ ആരോഗ്യം, ശിശുക്കൾ, ഭ്രൂണങ്ങൾ, അതായത് യൂട്രസിലുള്ള ഫീറ്റസ് ആണ്, അല്ലെങ്കിൽ ഇവ രണ്ടും ഭയമുണ്ടെങ്കിൽ ഉപവാസത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ അനുവാദമുണ്ട്. ഓക്കെ, ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും നോമ്പിന് നഷ്ടമായ ദിവസങ്ങൾ വീട്ടേണ്ടത് ആ സാഹചര്യങ്ങൾക്ക് അവസാനിച്ചാലാണ്. അതായത് നിങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ് ഇപ്പോൾ 2 years ആണ്, ചില ആൾക്കാർ 1.5 years നിർത്തും. പക്ഷേ നമ്മൾ ഇസ്ലാമിൽ 2 കൊല്ലം വരെ കൊടുക്കാനാണ് പറയുന്നത് കുട്ടിക്ക് പാല്. അപ്പോൾ ആ ടൈം വരെ നിങ്ങൾക്ക് നിർബന്ധമില്ല, അതിൻ്റെ ഇടയിൽ നിർത്താലും മതി. മനസ്സിലായോ? റമദാനിൽ 30 നോമ്പ് എടുക്കണമെന്നോ എവിടെയും ഒരു റൂളില്ല സ്ത്രീകൾക്ക്, എസ്പെഷ്യലി ബ്രസ്റ്റ് ഫീഡിങ്ങും പിന്നെ പ്രഗ്നൻസി ആയിട്ടുള്ള സ്ത്രീകൾ. അവർ പക്ഷേ വീട്ടണം കേട്ടോ. നിങ്ങളത് 2 കൊല്ലം വിട്ടുപോയ നോമ്പ് അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ വിട്ടുപോകുമ്പോൾ ചിലപ്പോൾ ഒരു 3 years കണ്ടിന്യൂസ് ലീവ് ആയിട്ടുണ്ടാവും നോമ്പിന് റമദാനിൽ. ചില സ്ത്രീകളുണ്ടാവും അങ്ങനെ. പക്ഷെ അവരത് വീട്ടിൽ തീർക്കൽ നിർബന്ധമാണ് കേട്ടോ. അവിടെ മുദ്ദ് കൊടുക്കൽ മാത്രം ശരിയാവില്ല. യു ഹാവ് ടു മേക്ക് അപ്പ് ദ മിസ്ഡ് ഫാസ്റ്റ്സ്. 4-മത്തത് സ്ത്രീകൾ ആർത്തവത്തിലാണ്. സ്ത്രീകൾ ആർത്തവത്തിലാണ്. അപ്പോൾ അതായത് മെൻസ്ട്രൽ പീരീഡുള്ള സ്ത്രീകളെ കുറിച്ചാണ്. ഒരു സ്ത്രീ അവളുടെ ആർത്തവം കാരണം നോമ്പെടുക്കാത്തപ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ട ദിവസങ്ങൾ അവൾ നികത്തേണ്ടതുണ്ട്. ഇതിന് തെളിവായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ഉണ്ട്. അതായത് നമുക്ക് വിട്ടുപോയ ടൈം നോമ്പ് വീട്ടാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമസ്കാരം പീരിയഡ്സിൻ്റെ ടൈം നമസ്കാരം വിട്ടുപോയിട്ടില്ലേ, അത് വീട്ടണ്ട എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണിത്. സോ ആർക്കൊക്കെയാണ് നോമ്പ് എടുക്കാൻ പാടില്ല പക്ഷെ അത് വീട്ടേണ്ടത്? എന്തൊക്കെയാണ്? രോഗിയായ വ്യക്തി, അതായത് പെട്ടെന്ന് അസുഖം മാറാൻ ചാൻസ് ഉള്ളത്, പിന്നെ സഞ്ചാരി, പിന്നെ സ്ത്രീകളും ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും
അതേപോലെ പീരിയഡ്സ് ആയിട്ടുള്ള സ്ത്രീകൾ, ഇവരൊക്കെ ഈ 4 പീപ്പിൾ ദേ ഹാവ് ടു മേക്ക് അപ്പ് ദ മിസ്ഡ് ഫാസ്റ്റ്സ്. പിന്നെ നോമ്പെടുക്കാൻ ബാധ്യസ്ഥരല്ലെങ്കിലും ചില നഷ്ടപരിഹാരം നൽകണം. മനസ്സിലായോ? പ്രായമായ പുരുഷന്മാരും സ്ത്രീകളും മാരക രോഗികളും അവരുടെ അസുഖം ഭേദമാകുമെന്ന് പ്രതീക്ഷിക്കാത്തവർ, അതായത് ലൈക്ക് ക്യാൻസർ അല്ലെങ്കിൽ വയറ്റിനുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള അസുഖം, ട്യൂമർ, ഇങ്ങനെയുള്ള മാറാത്ത രോഗങ്ങൾ ഉണ്ടാവില്ലേ, കടുത്തത്തിലായത്, പിന്നെ ഓൾഡ് ഏജ്, പ്രായമായിട്ട് കടുത്തത്തിലായിട്ട് അങ്ങനെയുള്ള പുരുഷന്മാരും സ്ത്രീകളും അല്ലേ, വാർദ്ധക്യം വെച്ചിട്ട് ഓൾഡ് ഏജ്. സോ അവർക്ക് നോമ്പെടുക്കലേ നിർബന്ധമില്ല. പക്ഷെ അവർ അതിന് പകരം വിട്ടുപോയ ഒരു നോമ്പിന് ഒരു പുവർ പേഴ്സൺ, ഒരു പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം കൊടുത്തിരിക്കണം. സോ എന്താണ് ഇവിടെ പറയുന്നത്? പ്രായമായ പുരുഷന്മാരും സ്ത്രീകളും മാരക രോഗികളും അവരുടെ അസുഖം ഭേദമാകുമെന്ന് പ്രതീക്ഷിക്കാത്തവർ, താരതമ്യപ്പെടുത്താവുന്ന സാഹചര്യങ്ങളിൽ ഉപവസിക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും നോമ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ അനുവാദമുണ്ട്. സുബ്ഹാനല്ലാഹ്, നിങ്ങളത് ചിന്തിച്ച് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മതം എത്രയാണ് എളുപ്പമാക്കിയിട്ടുള്ളത് അല്ലേ? ഹി ഹാസ് മെയ്ഡ് എവറിത്തിങ് ഈസി ഫോർ എവ്രി വൺ. ചില ആൾക്കാർക്കാണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ട്, വീട്ടിൽ തീർക്കണ്ടേ ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത്. ആക്ച്വലി യു ക്യാൻ, ഇത്രയും നിങ്ങൾക്ക് എക്സ്പിയേഷൻ ചെയ്യാനും അതേപോലെ നിങ്ങൾക്ക് കഫാറ കൊടുക്കാനും വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും ചില സഹോദരിമാർക്ക് ഇതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് പോലെ അനുഭവപ്പെടാറുണ്ട്. മനസ്സ് പോലെയാണ്, നിങ്ങളെ മൈൻഡ് കൊണ്ടാണ് നിങ്ങൾ അത് കളിക്കുന്നത്. യു ഡോണ്ട് ഹാവ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. അവർക്ക് നഷ്ടമായ ദിവസങ്ങൾ നികത്തേണ്ടതില്ല. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ മാറാത്ത രോഗങ്ങളൊക്കെ, മറിച്ച് ഒരു പാവപ്പെട്ട വ്യക്തിക്ക് അവർ നഷ്ടപ്പെടുത്തിയ ഓരോ നോമ്പിനും ഹാഫ് എ സാ എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ് ഈസ് 1 kg, 1 or 1.5 kg ആണ്. ഓക്കെ, അതാണ്, അത് നൽകിയാൽ മതി. ഭക്ഷണം നൽകേണ്ടതുണ്ട്. കേരളത്തിലാണെങ്കിൽ ഇറ്റ് വിൽ ബി, കേരളത്തിലാണെങ്കിൽ അത് അരിയായിരിക്കും. ഓക്കെ, ചില സ്ഥലങ്ങൾ ഡേറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഇത് ഡെസേർട്ട്സ് പോലത്തുള്ള സ്ഥലങ്ങൾക്ക് ഡേറ്റ്സ് ആയിരിക്കും, ഈത്തപ്പഴം. ചില ആൾക്കാർക്ക് വീറ്റ് ആയിരിക്കും, ഗോതമ്പ്. അപ്പോൾ ഏതാണോ അവിടുത്തെ സ്റ്റേപ്പിൾ ഫുഡ്, ഏത് നാട്ടിലാണോ നിങ്ങളുള്ളത് അവിടെയുള്ള ഒരു പാവപ്പെട്ട ആൾക്ക് നിങ്ങൾ ഒരു നോമ്പ് വിട്ടാൽ അങ്ങനെ നിങ്ങൾ ഫീഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ 30 നോമ്പാണെങ്കിൽ 30 പേർക്ക് നിങ്ങൾ 1/2 സാ ഭക്ഷണം കൊടുക്കണം. മനസ്സിലായല്ലോ? ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി ക്ലാസ്സുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ആർക്കൊക്കെയാണ് നോമ്പ് നിർബന്ധം, പിന്നെ ആരൊക്കെയാണ് നോമ്പ് വീട്ടേണ്ടത്, അതായത് പിന്നെ നോമ്പ് വീട്ടാൻ പാടില്ലാത്തതും പറ്റാത്തവർ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാകും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.